ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനെന്നുള്ളതേ നമ്മളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ഷാർജ എമിറേറ്റിലെ പെറ്റ് മാർക്കറ്റിലാട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്ക് വളർത്താൻ പറ്റാത്ത ഒരുപാട് ടൈപ്പ് ജീവികൾ ഈ പെറ്റ് മാർക്കറ്റിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ റോള പെറ്റ് മാർക്കറ്റിലാണ്. വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമ്മൾ റോള പെറ്റ് മാർക്കറ്റിലെ യാത്ര നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ഏരിയയാണ്. നമുക്കിനി ദുബായിൽ അൽ-അബീർ പെറ്റ് മാർക്കറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഷാർജ എമിറേറ്റിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോരോ ഏരിയകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് പെറ്റ്സ് ആക്സസറീസ്, ക്ലിനിക്കിൻ്റെ ഏരിയ, ലൈവ് പെറ്റ്സ് ഒക്കെ വേറൊരു ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം. ഇത് നമ്മളെ കൂട്ടുകാരനാട്ടോ, ജിപ്റ്റോ, ചാലക്കുടിക്കാരനാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ പിന്നെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് നമ്മളെ യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോണത് നമ്മുടെ പെറ്റിൻ്റെ ഏരിയ, ലൈവ് പെറ്റ്സ് ഉള്ള ഏരിയക്കാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമുക്ക് ഈ പെറ്റ്സിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഒരുപാട് ആക്സസറീസ് കാണാം. കാരണം ഇവിടേക്ക് ഈ ഒരു ടിപ്പിക്കൽ ഷോപ്പിൽ ഈ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. മെഡിസിൻസ് ആണെങ്കിൽ നമുക്ക് ആ വെറ്റിനറി ഫാർമസി ഉണ്ടാവും, അതിലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടില്ല, ഇതൊക്കെ ആക്സസറീസാണ്. ക്ലിനിക്കുകളുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ക്ലിനിക്കുകൾ നമുക്ക് കാണാം. ഇതാണ് പെറ്റ് മാർക്കറ്റിലെ ഇങ്ങനത്തെ ഷോപ്പുകളെ വിശേഷം. ഇനി കുറച്ചപ്പുറം മാറിയിട്ട് ലൈവ് ഏരിയാസ് ഉണ്ട് കേട്ടോ. കേജുകൾ നോക്കി ഒരുപാട് വെറൈറ്റി ടൈപ്പ് കേജുകൾസ് ഇഷ്ടംപോലെ ഉണ്ട്. തീറ്റൊക്കെ നോക്കി ഒരുപാടുണ്ട്. ഉണ്ടല്ലേ, നല്ല നല്ല വെറൈറ്റി കേജുകളിലെ ഒരു വെറ്റിനറി ക്ലിനിക്കിൽ വന്നിരിക്കുക കേട്ടോ. ഒരു ക്ലിനിക്കിൽ. അപ്പോൾ ഇവിടെ ഫുള്ള് മെഡിസിൻസ് ആണ് അവൈലബിൾ. നമുക്ക് 4-in-1 ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പി ഇറങ്ങിയതാണ്. പക്ഷെ അത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണമെന്ന് പറയണത്. കണ്ടില്ലേ, വേഴ്സലാഗാസിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ മെഡിസിൻസ് ഉണ്ട്. പല ടൈപ്പ് മെഡിസിൻസ്, പീജൻസിൻ്റെ ആണെങ്കിലും മറ്റുള്ള പെറ്റ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഹാൻഡ് ഫീഡിങ് ഒക്കെ, ന്യൂട്രിച്ചിൻ്റെ വേഴ്സലാഗാസിനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 1-2 ടാബ്ലറ്റ്സ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇല്ലേ, ഇത് നമ്മളെ പീജൻസിനൊക്കെ ഡീമൂവ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് ഏകദേശം 120 ദിർഹംസാണ് ഒരെണ്ണത്തിന് വരുന്നത്. അതിൽ 100 ടാബ്ലറ്റ്സ് ഉണ്ടാവും. ഇതിൽ കാണുന്നതാണ് നമ്മളെ ലൈവായിട്ടുള്ള പെറ്റ്സും ബേഡ്സും ഒക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്കി ചില ഷോപ്പുകളിൽ നമുക്ക് ഫിഷസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലൈവായിട്ടുള്ള ബേഡ്സും ആനിമൽസിനൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് പോയാലാ. അങ്ങനെ നമ്മളാ പെറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാഴ്ചകൾ തുടങ്ങിയാണ്. നമ്മളെല്ലാത്തിലും കയറുന്നില്ല. എല്ലാത്തിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ആ വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല. കേട്ടോ, വെറുതെ നാട്ടിൽ കാണുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ റയർ ആയിട്ടുള്ള സാധനങ്ങൾ തട്ടോ ഇതൊരു കുഴപ്പമില്ലാവുന്നുണ്ട്. ഈ ഷോപ്പ് ഒന്ന് കയറിയേക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണ്. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ച് ചെറിയ വെറൈറ്റികളൊക്കെ കാണാനുണ്ട്. ഇവിടെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. മൈനെ തോന്നുന്നു. ഇത് ഷാർലി, പിന്നെ നമ്മുടെ സാധാ കുരുവികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഓഹോ, ഇവിടെ ഒരു വെറൈറ്റി സാധനം കാണാൻ പറ്റിയതാണ്. മൈന ഉണ്ടാ സാധനങ്ങളൊക്കെ ഉണ്ട്. വാ, നമ്മളെ ഓർജിനിൽ പാരറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഡൗവുകളിൽ പെയ്ഡ് ടൈപ്പ് ഡൗവൊക്കെ കാണാനുണ്ട്. പെയ്ഡ് ടൈപ്പ് ഡൗവുകളുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ കുറച്ചേരും ഒന്നുമില്ലേ. നമ്മളെ റിംഗ് നെക്ക് പാരറ്റൊക്കെ ഇതൊരു വെറൈറ്റി സാധനം. ഇത് പേരെന്താണാവോ? മൈന. ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ മൈന എന്നാണ് പറയണത്. മൈനയുടെ ഒരു വെറൈറ്റി ആയിരിക്കും. എന്തായാലും വെറൈറ്റി ഒരു സാധനം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിനെ കണ്ടത്. മൈന എന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. എങ്ങനെയുണ്ട് സാധനം? സൂപ്പറല്ലേ, വെറൈറ്റി സാധനം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓടി നടന്ന് കാഴ്ചകൾ കാണിക്കട്ടെ. അപ്പോൾ ചിലതൊക്കെ ക്ലോസ്ഡ് ആണ്. ഇത് നമ്മളെ ഹാൻഡ്സ് മക്കാവ തോന്നുന്നു കേട്ടോ. മക്കാവിൽ നമ്മൾ ചെറിയ ടൈപ്പില്ലേ, ഹാൻഡ്സ് മക്കാവ് നോക്കിയേ. ഇതിലൊരു വലിയ മറ്റേ സൽക്കേട്ട മെട്ടോക്കേസ് സൽക്കേട്ട. ഓഹോ, അടിപൊളി. അതിൻ്റെ ചെറുത് ഇപ്പുറത്തുണ്ട്. ഇത് എന്തോ കാട്ടിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആട്ടോ. വളർത്താം ലീഗലൊന്നുമല്ല. അവിടെ നമുക്ക് ഇത് പച്ചത്തത്തകൾ ഇഷ്ടം പോലെ കാണാം കേട്ടോ. റിംഗ് നെക്ക് പാരറ്റും നോർമലൊക്കെ ആയിട്ട് കണ്ടമാനുണ്ട്. കുറേ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണ്. മൈന വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിയേ,
എന്തോ ഒരു ടൈപ്പ് മൈനയുടെ വെറൈറ്റി തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. വെറുതെ പിടിച്ചു കൊടുന്നിരുന്നാവും. ഇതൊക്കെ പക്ക മൈന. ഇവിടെ പിന്നെ നമുക്ക് അങ്ങനെ ലീഗൽ കാര്യങ്ങൾ കുറവാകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വെറൈറ്റി ആനിമൽസും പെറ്റ്സിനൊക്കെ കാണാം. ജിപ്റ്റോ ഒന്നിനെ വളർത്തിയാലാ? നാട്ടിലാണെങ്കിൽ അപ്പോൾ ഫോറസ്റ്റുകാർ വരും. ഇവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല. മയിലുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വെറൈറ്റി ഒരുപാട് സാധനങ്ങളുണ്ട്. തപ്പി എടുക്കണമെന്നുള്ളൂ. ഇവിടെ വെറൈറ്റി വല്ലതും ഉണ്ടോ? മയിലുണ്ട്. മയില് മയില് നമ്മളെ നാട്ടിലാണെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് ഒന്നും പറയാനില്ല. അപ്പൊ ഇവിടെ ഇതൊക്കെ അവൈലബിൾ ആട്ടോ സാധനങ്ങൾ. ഇതൊരു ആമസോൺ പാരറ്റ് ആട്ടോ. ബ്ലാക്ക് ഫണ്ടിൻ്റെ ആമസോൺ പാരറ്റ്. അറിയില്ല ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞാൽ. ആള് അത്യാവശ്യം ടേമഡാണ്. ഹലോ ഹലോ ഹലോ. അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ ഓണറാണ് മൂപ്പര്. आप किधर से है? पाकिस्तान। आपका नाम? अली। अली। इधर कितना साल हो गया? तकरीबन 20 साल तो हो गया ये शॉप में। बिजनेस कैसे चल रहा है? अल्हम्दुलिल्लाह रिज़्क़ मिल रहा है। अच्छा से जो इधर पूरा पेट मिलता है ना? पूरा पेट मिलता है। ओके ठीक है। जो ये पिकअप के लिए कितना आता है? ये 600. ഓക്കെ. നമ്മുടെ നാട്ടിലേക്ക് ഏകദേശം ഒരു 12,000 രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിന് പുള്ളി പറഞ്ഞത് 2,500 ദിറംസാണ്. ഏകദേശം ഒരു 55,000 ആ റേഞ്ചിൽ പറയണതേ. ഫിറോസ് ചുട്ടിപ്പാറ. इधर से लिया? इधर से पिक उठाया। इधर से इंडिया में लफड़ा बन गया। वो इधर से कभी आता था, कभी हेरन मान उठाता है मेरा से, कभी तूस उठाता है। वो നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറ യൂട്യൂബറേ, ഫിറോസ് കണ്ടല്ലോ, പുള്ളി ഇവിടുന്നാണ് മയിലിനെ കൊണ്ടുപോയതാണ് മൂപ്പര് പറയണത്. फिरोज सिटी पर इधर से लिया। ओके ओके। फिर इंडिया में थोड़ा लफड़ा हो गया। इंडिया केरला तो काट नहीं सकता है। मेरा से इधर से लिया। इधर से लिया। ओके। फिर जो डियर भी आपका से अरेंज किया? मिलता है ना, डियर मिलता है। അപ്പോൾ അതിനേശം മൂപ്പര് ബാനർച്ചി വെക്കുന്നുണ്ടായിരുന്നു. അതും പുള്ളിയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടുന്നാണ് ഫിറോസ് ചുട്ടിപ്പാറ മയിലിനെ കൊണ്ടായത്. ആ ഒരു പെറ്റ് ഷോപ്പാട്ടോ ഇത്. ഷാർജ റോളൊക്കെ. അപ്പൊ പുള്ളി ഭയങ്കര കോപ്പറേഷൻ പോലെ ഉണ്ട് ഇപ്പോൾ കാണിക്കാൻ. അപ്പൊ നാട്ടിൽ നമുക്ക് സാധാരണ കിട്ടുന്ന സാധനങ്ങൾ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുണ്ട്. മയിലൊക്കെ നിങ്ങൾ കണ്ടില്ല, മയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെ ഡയമണ്ട് ഡോഗിന്റെ നല്ല പെയ്ഡ് കളേഴ്സ് കിട്ടും, നല്ല വൃത്തിയുള്ള കളേഴ്സ്. ഇത് കണ്ടോ മയിലെ തന്നെ തോന്നുന്നുണ്ട്. അതിന്റെ വേറൊരു വെറൈറ്റി തോന്നുന്നു. ഇതിന് ഇഷ്ടംപോലെ സാധനങ്ങൾ കാണാനുണ്ട്. മക്കളെ വീണ്ടും പറയണ്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഈ വക സാധനങ്ങളൊന്നും നമുക്ക് പിടിക്കാനോ വളർത്താനോ ഒന്നും പാടില്ല. സംഭവം ഷെഡ്യൂളിൽ പെട്ട ഏനിമൽസ് ആണ്. നമുക്ക് ഇവിടെ ആയതുകൊണ്ട്, ഇവയിലായതുകൊണ്ട് പിടിക്കാൻ വളർത്തുക പിന്നെ എന്തുവേണമെങ്കിലും ചെയ്യാൻ തോന്നുന്നത്. ഓക്കെ. ഇത് കൊയൽ വെറൈറ്റി തോന്നുന്നു. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു. കാടുടെ ഒരു വെറൈറ്റി ഒന്നും തോന്നുന്നത്. ഇത് കണ്ടോ, ഇതൊന്നും അലക്സാണ്ടർ ബെർഗിന്റെ തോന്നുന്നു കേട്ടോ. ഇതൊന്നും നമുക്ക് വളർത്താൻ പാടില്ല. അത് അത്യാവശ്യം ടേമഡാണ്. നല്ലത് നമ്മൾ റിംഗ്നെക്കിന്റെ മ്യൂട്ടേഷനാണ്, യെല്ലോ മ്യൂട്ടേഷനാണ് റിംഗ്നെക്കിന്റെ കേട്ടോ. ഇതൊന്നും നാട്ടിൽ വളർത്താൻ പാടില്ല. ഇവിടെ ഓക്കെയാണ്. ഇതിന് നമുക്ക് ബ്ലൂവും മറ്റുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാവ് ഗലൊക്കെ കാറ്റ് ടേമഡാണല്ലോ. എന്താണ് 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 എന്ത് രസാലേ. വാ 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 വാ. 3,000. അപ്പം ഈ ഗലാക്കാറ്റിന് റേറ്റ് പറഞ്ഞ ടേമിന് റേറ്റ് പറഞ്ഞ 3,500 ദിറംസാട്ടോ. നാട്ടിലേക്ക് ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ 70,000 വരും. പാകിസ്ഥാനി ടെഡി. ये कोयल वैरायटी है? कोयल वैरायटी है? ये പുള്ളി ഇവിടെ ഇങ്ങനെയൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാനുള്ള പരിപാടി പോകുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. ഇങ്ങനത്തെ ഒരുപാട് നല്ല കിടിലൻ കാഴ്ചകളുണ്ട് ഇവിടെ. ഇത് വേറൊരു ഷോപ്പാട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വെറൈറ്റി എന്ന് പറയാനുള്ളത് ഇത് കണ്ടില്ല. ഇത് നമ്മളെ ഓസ്ട്രേലിയൻ ഡവ് കേട്ടോ. ऑस्ट्रेलियन डॉग है ना? ऑस्ट्रेलियन का डॉग। हाँ वो कितना है? 500 पैर के लिए। पैर के लिए
ഇത് നമ്മളെ ഓസ്ട്രേലിയൻ ക്രസ്റ്റഡ് ഡവ് ആട്ടോ. ഇത് നമുക്ക് ഇല്ലീഗൽ ആണോന്നൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ എന്തായാലും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇത് 500 ഗ്രാംസാണ് പറയുന്നത്. നമുക്ക് ഏകദേശം പേരിനൊരു 10,000 രൂപ. ലീഗലാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നോക്കാറ്. ചെയ്യാനുള്ള സാധനം സൂപ്പറല്ലേ. നമ്മളെ ഡൗവില്ലേ, ഡൗവിൻ്റെയൊക്കെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പാട്ടോ ഓസ്ട്രേലിയൻ ക്രസ്റ്റഡ് ഡവ്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ കാണാനുണ്ട്. ഗോൾഡൻ ഫിഞ്ച്. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ. മൈന ഹേ, മൈന വെറൈറ്റി കേട്ടോ. ഇവിടെ പിന്നെ ഇങ്ങനത്തെ കുറച്ചാണ്. ഇതിനൊക്കെ നമ്മളെ നോർമൽ ഫിഞ്ചസുകൾ പിന്നെ ഒക്കെയാണ് കേട്ടോ. ये पूरा फिंजस वैरायटी है ना? हाँ हाँ हाँ. जो आपका नाम क्या है? मोहम्मद इमरान. आप किधर से हैं? हम पाकिस्तान से. पाकिस्तान से. इधर कितना साल हो गया? इधर हमारे को 1.5 साल हुआ. हाँ हाँ हाँ. जो इधर पूरा ये स्मॉल बर्ड्स है, फिंजस. स्मॉल चीज़ें मिलता है और बाकी सारा पाकिस्तानी होता है, कुछ थाईलैंड का होता है, कुछ अपना हॉलैंड का भी होता है, बेल्जियम का भी होता है. ठीक है ठीक है. ये पाकिस्तान से हमारा सामान आता है डायरेक्ट. हम खुद माल लेकर आता है. हर वीक सामान आता है. हर हफ्ते हर वीक में हमारा एक शिपमेंट അപ്പോൾ आता है. പുള്ളിക്കാരൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് നല്ല ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കാൻ പറയാം. എന്തായാലും ഇവിടുത്തെ എൻ്റെ ഹൈലൈറ്റ് ഈ സാധനം കേട്ടോ. ഞാൻ ഇതിനെ കണ്ടിട്ടാണ് ഇവിടെ കയറിയത്. നമ്മളെ ഓസ്ട്രേലിയൻ ക്രസ്റ്റഡ് ഡവ് കേട്ടോ. നമ്മളെ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും സാധനം പൊളി സാധനം കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓസ്ട്രേലിയൻ ക്രസ്റ്റഡ് ഡവ് ഇല്ലേ, അതിനെ പുള്ളി ഒരെണ്ണത്തിന് പിടിച്ച് കാണിച്ചതാന്ന് പറഞ്ഞത് കേട്ടോ. സംഭവം എന്തായാലും സൂപ്പറാണ്. സാധനം നോക്കിയാൽ സൂപ്പറല്ലേ സാധനം. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഒരു പെയർ 500 രൂപ പറയണത്. അത് ഏകദേശം നാട്ടിലേക്ക് 10,000 രൂപ കേട്ടോ. സൂപ്പർ സൂപ്പർ. ഡി ക്യാച്ച്. ഇത് പുള്ളി നമ്മളാ ഒരു ജംബോ ടൈപ്പ് മ്യൂട്ടേഷൻ ജീബ്ര കേട്ടോ. ജീബ്ര ഫിഞ്ച്. അതിനെ നമുക്ക് പിടിച്ച് കാണിച്ചു തരും. പുള്ളി നല്ല വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ നോർമൽ നമ്മളെ ഡൗസാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലും കിട്ടുന്ന ഡവുകളാണ്. ഇതൊരു വെറൈറ്റി ഒരു സാധനം കേട്ടോ. ക്വയൽ വെറൈറ്റി ആണ്. എന്തായാലും നമ്മളെ ഏതെങ്കിലും ഇതായിരിക്കും, കാട വെറൈറ്റി ആയിരിക്കും. പിന്നെ നമുക്ക് ഇഗ്വാനയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും കൂടി ഇച്ചിരി എക്സോട്ടിക് ആണ്. ഇവിടെ ഇഗ്വാനയുടെ കുഞ്ഞുങ്ങൾ കാണാനുണ്ട്. നോക്കിയേ, നമ്മുടെ നാട്ടിലുള്ളത് ആൽബിനും ഉണ്ട്, പിന്നെ വേറെ കളർ ഷെയ്ഡൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു കളറുള്ള ഹെഡ് ജോഗുകളും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഇവിടുത്തെ UAE ലോക്കൽ ഹെഡ് ജോഗുകളാണെന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സൂപ്പറല്ലേ. ഇങ്ങനത്തെ ഒരു ഹെഡ് ജോഗിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടാണ്. തൊട്ടപ്പുറത്ത് തന്നെ സൾക്കാട്ട വലുത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറേ ഷോപ്പിലായി കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മൈനയുടെ, ഇത് കനറീസാണ് തോന്നുന്നത്. മൈനയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. കറക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, നല്ല ഭംഗിയുള്ള സാധനം. ഒരു വെറൈറ്റി സാധനം കേട്ടോ. നമുക്ക് കൂട് തുറന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ പറന്നു പോയാലാന്ന് വിചാരിച്ചില്ല. നോക്കിയേ, നമ്മളെ കിങ് ഫിഷറെ തോന്നുന്നു കേട്ടാ. കിങ് ഫിഷറിന്റെ എന്താ സകല സാധനങ്ങളും ഇവിടെ പൊന്മാനാ തോന്നുന്നു കണ്ടിട്ട്. ആ പാവം നോക്കിയേ, അയ്യോ അല്ലേ. അത് വളരെ പാവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് നോക്കും. ഇങ്ങോട്ട് നോക്കില്ലേ? നോക്കടാ പാവട്ടാ. ഒരു കിങ് ഫിഷർ വെറൈറ്റി ആവുന്നത്. പിന്നെ നമുക്ക് കണ്ടില്ല നല്ല മൈനയുടെ വെറൈറ്റികൾ. ഓക്കെ, മൈന വെറൈറ്റികൾ. നമ്മളെ ഫാൻസി ബട്ടൺ കോയിലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. നമ്മൾ ഈ പെറ്റ് മാർക്കറ്റിൽ വന്നിട്ട് ഒരു ഫിഷിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ കാണിച്ചില്ലെങ്കിൽ മോശമല്ല. അപ്പോൾ ഒരു ഫിഷ് ഷോപ്പിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട്. ജെയിൻ്റ് ഗോരാസും ഇതാ ഒരു വെറൈറ്റി സാധനം എന്ന് പറയാനല്ലോ നമ്മളെ ചെന്ന മൈക്രോ പെല്ലറ്റ്സ് ആട്ടോ. സ്നേഹിക്കട്ട്. പിന്നെ നമ്മളെ ഇതൊക്കെ കാണാണ്ട് നമ്മൾ ഗ്രീൻ ടോർട്ടോയ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക, റെഡ് ഐഡ് സ്ലൈഡറോ അങ്ങനെ എന്താ പേര് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിൽ വളർത്താൻ പാടില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു ആ സാധനം. പിന്നെ നോക്കിയേ, ക്രാഫിഷ് ഇതുണ്ട്, ക്രാഫിഷ് ഉണ്ട്, ചെറിയ ക്രാബുകൾ. നോക്കിയേ, തവള. എന്താപ്പത് കളർ നോക്കിയത് അവിടെ. അപ്പം അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എക്സറീസും പെറ്റ്സും സാധനങ്ങളൊക്കെ ആയിട്ട്.
പിന്നെ ഫിഷസിൻ്റെ കേസൊന്നും ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ വീഡിയോസ് ഇട്ടത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതൊക്കെ ഇന്ത്യൻസായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണത് ഷോപ്പൊക്കെ. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാം. ഹേയ് आप किधर से है? यूपी इंडिया। यूपी से जो देखने के लिए आया? हाँ ठीक है ठीक है. थैंक यू। അപ്പോൾ ഇത് നമ്മളെ ഗാർഡൻ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. നെച്ചറൊക്കെ ഉണ്ട്. നമ്മളെ സീ ഏഞ്ചലിൻ്റെ വെറൈറ്റികളാണ്. നമ്മളെ നെച്ചർ കിട്ടും. നമ്മളെ ലോക്കൽ ഫിഷാണിത്. നമ്മൾ തനത് ലോക്കൽ ഫിഷാണ്. അങ്ങ് ഷാർജയിൽ എത്തിക്കുന്നത്. ഷാർജയിലല്ല, വേൾഡ് ഓവർ വേൾഡിൽ മൊത്തം ഉണ്ടാവും ഈ സാധനം. ഓക്കെ, ഒരുപാട് ലോക്കൽ ഫിഷുകളുണ്ട്. ഇതാണ് ഫിഷ് ഷോപ്പിലെ വിശേഷങ്ങൾ കേട്ടോ. ഇത് വേറെ കുറച്ച് കിടിലൻ കാഴ്ചകളാട്ടോ. ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകൾ തന്നെയാണ്. നല്ലൊരു കിടിലൻ സൾഫർ പൊക്കാറ്റ് കേട്ടോ. അവർ നമ്മളെ ക്യാമറ നോക്കിയാണ്. ഓ കിടിലൻ പക്ക ടേബിൾ സാധനം കേട്ടോ. പക്ക ടേബിളാണ്. കിട്ടണേ 3,500 8,000. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഏകദേശം 8,500 ദിർഹംസ് കേട്ടോ. 8,500 ദിർഹംസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നാട്ടിലേക്ക് ഏകദേശം ഒരു 1,60, ഒരു 1,70, 1,70,000 രൂപയോളം ഈ ഒരു ടേമിഡ് കൊക്കാറ്റിന് റേറ്റ് പറയുന്നുണ്ട് കേട്ടോ. നാട്ടിലും ഇതിൽ കൂടുതലുണ്ടാവും റേറ്റ്. നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. പക്കയാണ് കേട്ടോ. പക്ക എന്ന് വെച്ചാൽ പക്ക ടേമിഡാണ് ആള്. ഓ അതേപോലെ തന്നെ വേറെ ആൾക്കാരുണ്ട്. ജോ സൾഫർ കൊക്കാറ്റ് വേണ്ട പോയ ഏവാല അംബ്രല. ഇത് അംബ്രല കൊക്കാറ്റും കേട്ടോ. സൾഫർ അല്ല, അംബ്രല കൊക്കാറ്റും ആണ്. ഇതാണ് സൾഫർ കൊക്കാറ്റ്. പക്ക ടേമിഡാട്ടോ ആള്. എല്ലാവരും പക്ക ടേമിഡാണ്. ഇതൊരു ആമസോൺ. ഇത് ഇത്തിരി ഡാർക്കാ തോന്നുന്നുണ്ട്. സീനാണ്. പക്ഷെ ഇതിന് ആള് എളുപ്പമല്ല കേട്ടാ. അതൊക്കെ ഉണ്ടായാലോ. എന്തായാലും നമുക്ക് നമ്മുടെ ഫാമൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇതേപോലത്തെ നല്ല കിഡിലൻ കൊക്കാറ്റൂസിനൊക്കെ വാങ്ങിക്കണം കേട്ടോ. അംബ്രല കൊക്കാറ്റ് നല്ല കിഡിലൻ സാധനം. ഇതേപോലത്തെ മുത്തോണികളെ വാങ്ങിക്കണം. സൂപ്പറല്ലേ? ഒരാൾ സാറാട്ടാ. നല്ല കിഡിലൻ സാധനമാണ്. സൂപ്പറല്ലേ? ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കമൻറ്റ് ഇട്ടോട്ടാ. പോട്ടാ മുതൽ നമ്മളെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവൊക്കെ ഇട്ടാ പേടി എനിക്ക് പേടിയുള്ളതുകൊണ്ട് നമ്മളെ ബ്ലൂ ആൻഡ് ഗോൾഡ് കാലിക്കോ എന്ന് പറഞ്ഞത് എനിക്ക് വലിയ ധാരണ ഇല്ല ഇതിൻ്റെ. അങ്ങനെന്ത് സാധനം ആള് സൂപ്പറല്ലേ? നല്ല കിടിലൻ മക്കാവ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ കാഴ്ചകൾ കാണാനോ. 15,000 ദിർഹംസ് ആട്ടോ പറയുന്നത്. 15,000 ദിർഹംസ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം, പിന്നെ 3 ലക്ഷത്തോളം ആയി ഏകദേശം. ഓക്കെ, 3 ലക്ഷത്തോളം വിലയാണ് ഈ ഒരു മക്കാവിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിന് 15,000 ആണ്. ഇതിന് ഏകദേശം 14,500 ഏകദേശം ഒരേ റേറ്റൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് 10,000 ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 ലക്ഷമായി. അപ്പോൾ 15,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷത്തിൻ്റെ അടുത്തായിട്ടോ. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം ഈ റേറ്റ് നമ്മളേലുണ്ട്. നമ്മുടെ നാട്ടിലൊന്നുകൂടി ഇതിന് റേറ്റ് കൂടുതലായിരിക്കും. എന്തായാലും സൂപ്പറാട്ടോ. പക്ഷേ ഈ മുത്തുമണിനെ നമുക്കണ്ട് വിടാൻ തോന്നുന്നില്ല. അവനെ ആള് ഭയങ്കര എന്താ അവനായിട്ട് ഒരു ഇത് നോക്കിയേ. എന്തായാലും ആൾ സൂപ്പറാട്ടോ. നമുക്ക് എന്തായാലും നാട്ടിലെ ദേവതരണത്തിന് നമുക്ക് കളക്ട് ചെയ്യണം. കാശ് പോയി പണം വരട്ടെ. പണം പോയി പവർ വരട്ടെ അല്ലേ? സൂപ്പറല്ലേ? क्या है? जिया नाम है मेरा। किधर से है आप? मैं पाकिस्तान। ओके, या आपका शॉप है ना? ये भी हमारी शॉप है, सामने भी हमारी शॉप। ओके, कितना साल हो गया? ये तकरीबन 20 साल। 20 साल हो गए। ओके ठीक है. जो ये कौन सा ब्रीड है? मैं पहला बार देख रहा हूँ. NY11 है, यूक्रेन का। यूक्रेन का NY11 है, कैट ब्रीड है. मैं पहला टाइम ये देख रहा है. ये माँ बाप है, ये बच्चे हैं। हाँ, इसका बच्चा है ये. हाँ। ओके, ये एक बच्चा जो है 1,500 का।
1500. ओके ठीक. NY11. NY11 ओके यूक्रेन ब्रीड है. यूक्रेन के इसमें NY25 भी आता है. हाँ ओके NY11 ओके. इसको गोल्डन भी कहते हैं, NY11 भी कहते हैं. ये കിച്ചൺ കേലിയെ 1500. ഓക്കെ. ഈ ഒരു പൂച്ചക്കുട്ടിക്ക് ഇത് NY11 എന്ന് പറയുന്ന ബ്രീഡാട്ടോ, യുക്രൈൻ ബ്രീഡാണ്. ഇതിന് റേറ്റ് വരുന്നത് 1500 ദിറംസ് ആണ്. 1500 ദിറംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നാട്ടിലേക്ക് ഒരു 32,000 രൂപ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. നല്ല കിടിലൻ സാധനമാണ്. നമുക്ക് കണ്ണൊക്കെ നോക്കി ഇതേപോലത്തെ ഒരു ബ്രീഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചിരിക്കണം. അവന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവനെ തിരിച്ചങ്ങോട്ട് ഇടുകയാണ്. സോ ക്യൂട്ട്. इसका पेरेंट्स है ये. ओके. ये थोड़ा देखते हैं. ഇത് NY11 എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ഇപ്പൊ ചൂടായതുകൊണ്ട് ഇവിടെ പൂച്ചകൾക്ക് റേറ്റ് കുറവാണെന്നാണ്. ഇപ്പൊ ഇത് 1500 ആണെങ്കിൽ നമ്മൾ വിന്റർ ആകുമ്പോൾ സീസൺ സമയമാകുമ്പോൾ 2500 ആവും. ഇത് ഇതിന്റെ പേരൻസ് ആണ്. ഇതിന് ഇപ്പോഴത്തെ റേറ്റ് പറയണത് 1000 രൂപ കേട്ടോ. ഇത് NY11 യുക്രൈൻ ബ്രീഡാട്ടോ. ഇതിന്റെ പേരൻസ് ആണെന്ന് പറഞ്ഞു. ഒരാളവിടെ കെടുപ്പാണ്, ഇങ്ങനെ ആള് ബ്രീഡാണ്. ഇങ്ങനത്തെ ഒരു പൂച്ച ബ്രീഡിനെ കണ്ടവരുണ്ടോ ആരെങ്കിലും? NY11 കേട്ടോ, യുക്രൈൻ ബ്രീഡ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ ഒരു ബ്രീഡിനെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഈ പ്രാവള വീഡിയോ കളക്ട് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ മോശമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ അത്യാവശ്യം വെറൈറ്റികളൊക്കെ ഉണ്ട്. പ്രാവ് ഇഷ്ടംപോലെ കാണാനുണ്ടോ? ഹോമർ ഉണ്ട്. പിന്നെ നമ്മളെ പാകിസ്ഥാനി ടെഡി വെറൈറ്റി ആണിത്. ബ്രീഡെന്ന് ചോദിക്കാൻ പറ്റും. കുറേ ക്രോസ് ബ്രീഡുകൾ കാണാം. മൊദീന ഉണ്ട്, പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിൽ. വിലയൊന്നും ഞാൻ ചോദിക്കണില്ല. അപ്പോൾ എന്തായാലും പ്രാവുകൾ കാണിക്കാണ്ടിരിക്കണ മോശമല്ലേ? ഇതൊക്കെ ഹൈ ഫ്ലയറാ തോന്നുന്നു കേട്ടോ. പല ബ്രീഡുകളുണ്ട്. കോഴി വെറൈറ്റി ഉണ്ട്, താറാവുണ്ട്. നല്ലൊക്കെ നമ്മുടെ നാട്ടിലെ പെറ്റ് ഷോപ്പിലെ സ്മെല്ല് പോലെ തന്നെ കേട്ടോ. നാടൻ പ്രാവും എല്ലാം ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ മറ്റേ പാകിസ്ഥാനി ടെഡി വെറൈറ്റിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഹോമർ വെറൈറ്റികൾ, കാട വെറൈറ്റികളൊക്കെ ഉണ്ട്. കാട നോക്കി നമ്മുടെ സാധാ നോർമൽ കാടേന്ന് തോന്നുന്നു. ഇത് ടിപ്പിക്കൽ നമ്മുടെ നാട്ടിലൊരു പെറ്റ് ഷോപ്പ് പോലത്തെ ഒരു ഫീലാണ് വന്നത് കേട്ടോ. ഡയമണ്ട് ഡൗവിൻ്റെ ഒക്കെ മറ്റേ മ്യൂട്ടേഷൻ, കളർ മ്യൂട്ടേഷനുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ ആ ഓസ്ട്രേലിയൻ ക്രസ്റ്റഡ് ഡവ് ആട്ടോ. ഇതിൽ തന്നെ ക്രോസ് സ്പീഡിൽ ഇറങ്ങിയ സാധനങ്ങളായിരിക്കാം. ഇതൊക്കെ കണ്ടില്ലേ? ഒരു വൈറ്റ് കളറാണ് തോന്നുന്നത്. അതിൽ ക്രസ്റ്റുള്ള ടൈപ്പ് റിംഗ് ഡൗവിൽ. ഇതൊക്കെ റിംഗ് ഡൗവിൻ്റെ ഒരു മ്യൂട്ടേഷൻ കളറാണ്. റിംഗ് ഡൗവും ചിലപ്പോൾ വൈറ്റ് ഡവ് കൂടി ഇട്ടിട്ട് ഇറക്കിയ സാധനങ്ങളാവും. റിംഗ് ഡൗകളുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് അത് വെറൈറ്റി സാധനങ്ങൾ അങ്ങനെ കണ്ണിലുടക്കിയില്ല. സാധാരണ നമ്മൾ കാണേണ്ട സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് മയിലുണ്ട്. നല്ല കിടിലൊരു മയില്. ഓക്കെ. പിന്നെ റിംഗ് ഡൗകൾ തന്നെയാണ്. തത്തകളുണ്ട്. മക്കളെ നാട്ടിലിരുന്നെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നിരുന്നു അല്ലേ? അപ്പോൾ ഇത് നമ്മൾ അലക്സാണ്ടർ പാരക്കീറ്റും റിംഗ്നെക്ക് പാരക്കീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിൽ റോള പെറ്റ് മാർക്കറ്റിലാട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും പ്രശ്നമില്ല. നാട്ടിൽ നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇതിനെ പിടിക്കാനോ വളർത്താനോ വിൽക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതാദ്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഷാർജയിലാണ്. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ടേബിൾ ആൾക്കാരാണ്. ഇത് ഇച്ചിരി അഗ്രസീവാണ് തോന്നുന്നു കേട്ടോ. ഇത് അലക്സാണ്ടർ പാരക്കീറ്റാണ്. ഇത് നോർമൽ, ഇത് റിംഗ്നെക്ക് പാരക്കീറ്റാട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം വരെ ഒരു പീസിന് 100 ദിർഹംസ്, 120 ദിർഹംസ്, 2000 രൂപ, 2500 രൂപയൊക്കെയാണ് ഏകദേശം ടേബിൾ ആയിട്ടുള്ള ഈ തട്ടകൾക്കൊക്കെ റേറ്റ് വരെ കേട്ടോ. ഏകദേശം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ നാട്ടിൽ ഇത്തരം തത്തകളൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. എന്നിട്ട് നമുക്ക് ലീഗലായിട്ട് ഇതേപോലത്തെ കൊണിയൂർ വെറൈറ്റികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെറൈറ്റികളൊക്കെ വളർത്താൻ ശ്രമിക്കാം. ഈ ടൈപ്പ് ഡവുകളുണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഏകദേശം പെയർ 200 ദിർഹംസ്, 4000, 5000 ഒക്കെ ഇന്ത്യൻ മണി ഏകദേശം റേഞ്ച് വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഇതൊക്കെ ഇനി ഇവിടുന്ന് പോട്ടി പോകുന്ന സാധനങ്ങളാണ് പറഞ്ഞത്. അത്യാവശ്യം വെറൈറ്റി. ഈ സാധനങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കേട്ടോ. ഇതെല്ലാം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വെറൈറ്റികളാണ്. ഇത്ര നേരം നടന്നിട്ടേ ഞാൻ നമ്മളെ പ്രാവുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് കണ്ടിട്ടോ. ഇത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഷോപ്പാണ്. നല്ല വെറൈറ്റികളുണ്ട്. കയറി വരുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഹംഗേറിയൻ ജെയിൻ ഹൗസുകൾ കാണാം കേട്ടോ. നല്ല ഹംഗേറിയൻ ജെയിൻ ഹൗസ്. ഇതിലുള്ള സാധനങ്ങളാണ്. പല കളേഴ്സിലും ഉണ്ട്. ഇത് ഇപ്പുറത്ത് നോക്കിയേ, നല്ല കിഡിനും രണ്ട് ഇതിലെ സാധനമാണ്. ഇതിലുണ്ട് രണ്ട് കേട്ടോ. ഇതിലെ സാധനമാണ്.
പിന്നെ നല്ല ആൻഡ്ലൂഷ്യൻ പോമറേനിയൻ പൗഡറൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ്ലൂഷ്യൻ പോം, ആൽമണ്ട് പോം, നല്ല ഒപ്പൽ പോമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റികളൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ട്. നല്ല കിഡിലും ക്വാളിറ്റി ഹങ്കറിഞ്ഞതിൻ്റെ അവസ്ഥ കേട്ടോ. നോക്കിയേ, നല്ല മൊദീന, മൊണ്ടൈന് രണ്ടാണിത് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇത് അവിടെ കിടക്കുന്നത്. പോമറേനിയൻ പൗഡേഴ്സ് ഉണ്ട്, കിടിലം സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്മോൾ സൈസ് സെറാമൊക്കെ കാണാൻ പറ്റില്ല. പിന്നെ ബാർബുണ്ട്. നോക്കിയ ബാർബ് വെറൈറ്റികൾ, പോമറേനിയൻ പൗഡേഴ്സ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഓക്കെ, പൗഡേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ള പൗഡേഴ്സാണ്. പോമറേനിയൻ പൗഡേഴ്സ് ഉണ്ട്. ഈ ഷോപ്പിൻ്റെ ആളെ ഒരു പോമറേനിയൻ ലവറാവുന്നു കേട്ടോ. ഹെവി സൈസുള്ള സാധനങ്ങളാണ് ഇയാളെ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ നല്ലൊരു കിഡിലൻ ടൈഗർ, വാവ്, റമക്നോളി, കിഡിലെ റമക്നോളി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര നേരം ഷാർജ പെറ്റ് മാർക്കറ്റിൽ തപ്പി നടന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പ്രാവുകൾ കണ്ട ഷോപ്പ് ഇതാട്ടോ. You are From Lebanon. Lebanon. Okay. So I found some quality stuff, quality birds here. Very So, best. The best quality here. Yes, From Germany, from Poland, from Hungary, So- from all Europe. Okay. Direct import birds. Direct import birds. Yeah, look, the boxes Your upstairs. അപ്പോൾ പുള്ളി പറയണത്, ആക്ച്വലി ഐ ആം ഫ്രം കേരള, സോ ഐ വിൽ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം. പുള്ളി പറയണത് ഇപ്പോൾ ഇത്രയും ബേർഡുകൾ ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാം നല്ല പക്ക. I have more than this. ഓക്കെ, യു ഹാവ് ഫാം All kind, yeah. ഹിയർ? Here, Oh. but not for breeding. I put the quality coming from Germany. I put it in farm. In Bagisha. അപ്പോൾ പുള്ളിക്ക് ഫാം ഉണ്ടെന്നാ പറയണത്. അപ്പോൾ പുള്ളി അവിടെ കീപ്പ് ചെയ്തിട്ട് ചില വീടുകളൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്ന പറയാണ്ടില്ലേ, ആ ഒരു ഇമ്പോർട്ട് ചെയ്യണ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റഫ്സ് തന്നെ കേട്ടോ. പുള്ളി പറയണത് അത്യാവശ്യം സ്ഥലങ്ങളിൽ നിന്നുള്ള വീടുകളുണ്ട്. ആ വീടുകൾ കാണുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പ്രാവിനെ വളർത്തണമെന്ന് നമുക്ക് ആ വീടുകളെ കാണുമ്പോൾ അറിയാൻ പറ്റും. These birds? These birds will go to Pakistan. Okay. This one? This? The powder. Yes, the Pomeranian powder. Yes. ഇതൊരു കിഡിലൻ പെറ്റ് ഷോപ്പ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സുകളാണ്. ഫുള്ള് ലാർജ് ബേർഡ്സാണ്. അപ്പോൾ സൗണ്ട് ഒന്നും പ്രോപ്പറായിട്ട് കേൾക്കില്ല. നല്ല കിഡിലൻ ഒക്കെ ടൈമിലെന്നാ പറയുന്ന ആള്. Wow. ഈ ഷോപ്പിൽ ഫുൾ സൗണ്ടാട്ടോ. ഫുൾ നമ്മളെ ചോദിക്കുന്ന ബേർഡ്സാണ്. കൊണിയൂറുണ്ട്, ക്ലിയറായി കിട്ടുന്നുണ്ടാവാനില്ല. ഗോൾഡൻ കൊണിയൂറുണ്ട്, നമ്മുടെ സ്മോൾ കൊണിയൂറുകളുണ്ട്, സെനകളുണ്ട്, ആമസോൺസ് ഉണ്ട്. നോക്കിയ ഗലാക്കസാറ്റ് ഉണ്ട്. കുമ്പള പിടിച്ചും കിട്ടും ഇതില്. ഇതിനെ കിട്ടുന്ന സാധനമുണ്ട്. നല്ല കിഡിലും സാധനമുണ്ട്. സൂപ്പറാണ്. സൗണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ആമസോൺസ് ആട്ടോ. ആമസോൺ വെറൈറ്റികൾ. ആമസോണിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. ഇങ്ങനെയുണ്ട് ജിറ്റോ സംഭവം? അടിപൊളി. സൂപ്പറാണ്. ഇതിന് മുൻപ് ഒരു പരിപാടി കണ്ടിട്ടുണ്ടോ നാട്ടില്? ഇല്ല. നാട്ടില് മയിലൊക്കെ ഉണ്ടല്ലേ? മയിലുണ്ട്, പിന്നെ തത്തകളൊക്കെ ഉണ്ട്. സംഭവം സൂപ്പറല്ലേ? അടിപൊളി സാധനമാണ്. ഇപ്പൊ വരുന്നവർക്ക് ഒന്ന് വന്ന് കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു ദിവസം അപ്പൊ എന്തായാലും എല്ലാവരും വരട്ടെ അല്ലേ?